ഏവർക്കും ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നൈജീരിയയിലെ ക്രൈസ്തവ വംശഹത്യക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ ഭരണകൂടം സൈനിക നടപടികൾക്ക് തയ്യാറെടുപ്പ് തുടങ്ങിയതോടെ അങ്കലാപ്പിൽ നൈജീരിയ. നൂറുകണക്കിന് ക്രൈസ്തവരെ ദിനംതോറും കൊന്നുതള്ളുന്ന ബോക്കോ ഹറാം അടക്കമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത നൈജീരിയൻ ഭരണകൂടത്തിന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭീകരർക്കെതിരെ സൈനിക നടപടി ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്കൻ സേന നൈജീരിയയിൽ ഇറങ്ങുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെ US സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുകയും ചെയ്തു. സേനയെ നേരിട്ടിറക്കാതെ വ്യോമാക്രമണമാകും ഭീകരർക്കെതിരെ ആദ്യഘട്ടത്തിൽ US നടത്തുക എന്ന സൂചനയും പുറത്തുവന്നു. ഇതോടെ അങ്കലാപ്പിലായ നൈജീരിയൻ ഭരണകൂടം രാജ്യത്ത് ക്രൈസ്തവ വംശഹത്യ നടക്കുന്നില്ല എന്ന വാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഭീകരരെ ഒതുക്കാൻ സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം നൈജീരിയയിലെ സോഷ്യൽ മീഡിയയിലും മറ്റ് കേന്ദ്രങ്ങളിലും ശക്തമായി. അമേരിക്ക ആക്രമണം നടത്തുമെന്ന ഭീതി രാജ്യത്തെമ്പാടും ഉയർന്നതോടെ ഭീകരരെ ഒതുക്കണമെന്ന ആവശ്യവുമായി സംഘടനകളും രംഗത്തിറങ്ങി. ഇതോടെ അമേരിക്കൻ ഭരണകൂടവുമായി ചർച്ച നടത്താൻ പ്രസിഡന്റ് ബോല തിനുബു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ബോക്കോ ഹറാം, അൽ-ഖ്വയ്ദ ബന്ധമുള്ള ഗ്രൂപ്പുകൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും വധിക്കുന്നുണ്ടെന്നാണ് നൈജീരിയൻ ഭരണകൂടത്തിന്റെ വാദം. കൂട്ട ശവക്കുഴികൾക്ക് സമീപമിരുന്ന് കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ ബന്ധുക്കൾ നിലവിളിക്കുന്ന കാഴ്ച ലോകമനസാക്ഷിയെ നടുക്കിയിരുന്നു. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ്. 50% ക്രൈസ്തവരും അത്രത്തോളം തന്നെ മുസ്ലിങ്ങളും രാജ്യത്തുണ്ട്. എന്നാൽ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിക ഭീകര സംഘടനകൾ വേരുറപ്പിച്ചതോടെ കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരക്കണക്കിന് ക്രൈസ്തവരാണ് നൈജീരിയയിൽ കൊല്ലപ്പെട്ടത്. വൈദികരും സന്യസ്തരും പതിവായി ഇവരുടെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. എന്നാൽ ഇതിനെ ചെറുക്കാൻ നൈജീരിയൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല. മെസ്സി കേരളത്തിൽ വരുമെന്ന പ്രഖ്യാപനവുമായി വീണ്ടും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്ത്. ഇതിനകം പലവട്ടം പ്രഖ്യാപിക്കുകയും പിൻവലിക്കുകയും ചെയ്ത മെസ്സിയുടെ വരവ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രി. 15 ദിവസത്തിനുള്ളിൽ കൊച്ചിയിലെ സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കും. അതിനുശേഷം മെസ്സി വരുന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. മാർച്ചിൽ മെസ്സി എത്തുമെന്നാണ് ഉറപ്പ് കിട്ടിയതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി ICC വനിതാ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ പെൺപുലികളെ കാത്തിരിക്കുന്നത് കോടികളുടെ സമ്മാനം. ചാമ്പ്യന്മാർക്ക് ലഭിക്കുന്ന 39 കോടി രൂപയ്ക്ക് പുറമെ BCCI 51 കോടി നൽകും. ആകെ 90 കോടി. BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. ടീം അംഗങ്ങൾ, കോച്ച്, സപ്പോർട്ട് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള സംഘത്തിനായാണ് സമ്മാനത്തുക. കഴിഞ്ഞ തവണ ജേതാക്കളായ ഓസ്ട്രേലിയക്ക് ലഭിച്ചത് $13.2 ലക്ഷം ആയിരുന്നു. ഇതാണ് ഇത്തവണ $44.8 ലക്ഷം ഉയർത്തിയത്. അതേസമയം റണ്ണേഴ്സപ്പായ ദക്ഷിണാഫ്രിക്കയ്ക്ക് 19.88 കോടി രൂപ ലഭിക്കും. സെമി ഫൈനൽ വരെ എത്തിയ ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയയ്ക്കും 9.94 കോടി രൂപ വീതവും 8 ടീമുകൾക്ക് $2.5 ലക്ഷം നൽകും. ഒപ്പം ഓരോ വിജയത്തിനും $34,314 അധിക പാരിതോഷികവുമുണ്ട്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കന്നി ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടത്. PAയുടെ അറസ്റ്റിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവും കുരുക്കിലേക്ക്. വാസുവിനെ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു. വാസുവിന്റെ PA സുധീഷ് കുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. താമരശ്ശേരി അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണശാല വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതിക്കെതിരെ സമരസമിതി വീണ്ടും രംഗത്ത്. സംഘർഷത്തെ തുടർന്ന് കഴിഞ്ഞ 21-നാണ് ശാല അടച്ചിട്ടത്. തുറക്കാനുള്ള അനുമതിക്കെതിരെ ചൊവ്വാഴ്ച വൈകുന്നേരം 4 മുതൽ വീണ്ടും സമരം തുടങ്ങുമെന്ന് സമരസമിതി പ്രഖ്യാപിച്ചു. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടപ്പള്ളി മണ്ണൂത്തി ടോൾ പിരിവിനെതിരെ വീണ്ടും കോടതിയിൽ ഹർജി. നിർമ്മാണ ചെലവിനേക്കാൾ കൂടുതൽ തുക ഇതിനകം പിരിച്ചെടുത്തെന്നും അതിനാൽ ടോൾ പിരിവ് നിർത്തണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. അതേസമയം പാതയുടെ സർവീസ് റോഡുകൾ ആകെ തകർന്ന നിലയിലാണെന്നും റോഡ് പഴയ അവസ്ഥയിലാണെന്നും കളക്ടർ കോടതിയെ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുൻപ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസിനെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ശബരിനാഥനെ ഇറക്കിയാലും VD സതീശൻ തന്നെ മത്സരിച്ചാലും കോർപ്പറേഷൻ പിടിക്കാനാവില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് BJP ധാരണയുണ്ടെന്നും ശിവൻകുട്ടി ആരോപിച്ചു. തിരുവനന്തപുരത്ത് KS ശബരിനാഥനെ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ കാൻകർ ജില്ലയിലെ 8 ഗ്രാമങ്ങളുടെ കവാടത്തിൽ പാസ്റ്റർമാർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിച്ച വിഷയത്തിൽ നിയമ നടപടിക്ക് ക്രൈസ്തവ സംഘടനകൾ. ബോർഡ് സ്ഥാപിച്ചത് ഭരണഘടനാ വിരുദ്ധമല്ലെന്ന ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ വിധിയെ തുടർന്നാണ് കൂടുതൽ നിയമ നടപടികൾക്ക് ക്രൈസ്തവ സംഘടനകൾ ഒരുങ്ങുന്നത്. ഒരു വിഭാഗം പൗരന്മാർക്ക് അയിത്തം കൽപ്പിക്കുന്നതിന് തുല്യമാണിതെന്ന് സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. തെലങ്കാനയിൽ ടിപ്പർ ലോറി ബസ്സിലിടിച്ചു കയറി 17 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഹൈദരാബാദ് ബീജാപ്പൂർ ദേശീയപാതയിൽ രംഗറെഡ്ഡി ജില്ലയിലെ മിർസാഗുഡയിൽ രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ബൈക്കിനെ മറികടന്നെത്തിയ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ആന്ധ്ര ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മരിച്ചവരിൽ 3 മാസമുള്ള കുഞ്ഞും വിദ്യാർത്ഥികളുമുണ്ട്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു.